ബഹിരാകാശ സഞ്ചാരികളുമായി നാസയുടെ ക്രൂ 11 സംഘം ഭൂമിയിൽ തിരിച്ചെത്തി. 13 മിനിറ്റ് നീളുന്ന ഡി ഓർബിറ്റ് പ്രക്രിയയ്ക്ക് ശേഷം പേടകം ഉച്ചയ്ക്ക് 2:11 ഭൂമിയിൽ തിരിച്ചിറങ്ങി. കാർട്ട്മാൻ, ഫിൻകെ, കിമിയയും പ്ലട്ടനോ തുടങ്ങിയവരാണ് തിരിച്ചെത്തിയത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, അത്യപൂർവ ദൗത്യത്തിനാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചത്. ശരിക്കും ഒരു മെഡിക്കൽ ഇവാക്യുവേഷനാണ് നടന്നത്. പറയൂ, എങ്ങനെയാണ് ഇന്ന് ഭൂമിയിൽ അവർ തിരിച്ചെത്തിക്കഴിഞ്ഞു? വിവരങ്ങൾ. തീർച്ചയായും രാഖി സൂചിപ്പിച്ചതുപോലെ അടിയന്തരമായ ഒരു സാഹചര്യത്തിൽ നടന്ന ഒരു മെഡിക്കൽ ഇവാക്യുവേഷൻ എന്ന് തന്നെ പറയാവുന്ന ഒരു സാധ്യത തന്നെയാണ് ബഹിരാകാശ ദൗത്യങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ ആ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ബഹിരാകാശ പേടകത്തിൽ സഞ്ചരിച്ച്, അതായത് 6 മാസത്തോളം അവിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടർന്ന് ഗവേഷണങ്ങൾ നടത്തുകയാണ് പതിവ്. അത്തരത്തിൽ 6 മാസം തികയുന്നതിന് ഏതാണ്ട് ഫെബ്രുവരി മാസത്തോടെ 6 മാസം തികയുന്ന ഒരു സാഹചര്യത്തിന് തൊട്ട് മുൻപാണ് അവർ തിരിച്ചെത്തുന്നൊരു സാഹചര്യമുണ്ടായത്. അതിന് കാരണമായത് ഈ 4 പേരിൽ ഒരാൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായും അവരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതും തിരിച്ചെത്തിക്കാനുള്ള നടപടി ഇന്ന് പുലർച്ചെയോടെ ആരംഭിക്കുകയും ചെയ്തത്. ഏതാണ്ട് 11 മണിക്കൂറോളം നീളുന്ന ഒരു യാത്രയാണ് നടന്നത്. അതിനുശേഷം ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഡി ഓർബിറ്റിംഗ് പ്രോസസ്സ്, അതായത് അത് ഭൂമിയെ വലം വയ്ക്കുന്ന പ്രോസസ്സിൽ നിന്നും ആ യാത്രയിൽ നിന്നും ആ ഓർബിറ്റ് താഴ്ത്തുന്ന ഒരു പ്രോസസ്സിലേക്ക് കടക്കുകയും അതിനുശേഷം കൃത്യമായി ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. പിന്നീട് 2 ഘട്ടമായി 4 പാരഷൂട്ടുകൾ ഉയർത്തി കൃത്യമായി അത് ഭൂമിയിൽ ഇറങ്ങുകയായിരുന്നു. അതിനുശേഷം നേരത്തെ പറയുന്നത് പോലെ തന്നെ നേരത്തെ ഈ ഇത്തരത്തിലുള്ള ബഹിരാകാശ പേടകങ്ങൾ റിക്കവർ ചെയ്യുന്നത് പോലെ റിക്കവറി വിദഗ്ധർ ഉൾപ്പെടുന്ന കപ്പലെത്തി ഈ പേടകത്തെ കൃത്യമായി കപ്പലിലേക്ക് കയറ്റിയതിന് ശേഷം നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ തന്നെ കൃത്യമായി ഓരോരുത്തരായി പുറത്തിറക്കുകയായിരുന്നു. ഈ പുറത്തിറക്കിയതിന് ശേഷം സുരക്ഷിതമായി ഇവരെ മറ്റു മെഡിക്കൽ സൗകര്യങ്ങളിലേക്കും ക്വാറന്റൈനിലേക്കും ഒക്കെ കൊണ്ടുപോയി ആരോഗ്യ പ്രശ്നമുള്ള ആളെ അനുബന്ധമായ ചികിത്സയ്ക്കുമായി മാറ്റിയെന്നാണ് അറിയാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും സുപ്രധാനമായ ദൗത്യമായി ഇതിനെ കണക്കാക്കപ്പെടുന്നത് 98-ലെ ബഹിരാകാശ നിലയത്തിൻ്റെ ദൗത്യം ആരംഭിച്ച ഘട്ടം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ആദ്യമായാണ് ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് അല്ലെങ്കിൽ ഒരു ദൗത്യം പൂർത്തീകരിക്കുന്നതിന് ഏതാണ്ട് 1 മാസം മുമ്പ് തന്നെ ഇവരെ തിരിച്ച് ഭൂമിയിലേക്ക് ഇറക്കേണ്ട ഒരു സാഹചര്യമുണ്ടായത്. ഇവർ സുരക്ഷിതരായവർ ഭൂമിയിലെത്തി. സ്വാഭാവികമായും അതിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. 2 നാസയുടെ ബഹിരാകാശ യാത്രികരും ഒരു ജപ്പാൻ്റെ ബഹിരാകാശ യാത്രികയും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയും കൂടി, അതായത് ഒരു റഷ്യയുടെ ബഹിരാകാശ യാത്രികനുമാണ് ഈ പേടകത്തിലുണ്ടായിരുന്നത്. ഈ 4 പേരും സുരക്ഷിതരായി ഭൂമിയിലെത്തി. അവരെ കൃത്യമായി ക്വാറന്റൈനിലേക്ക് മാറ്റി ആരോഗ്യ പ്രശ്നമുള്ളയാളെ അതിനനുസരിച്ച ഗൗരവമേറിയ ചികിത്സയ്ക്ക് മാറ്റിയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. രാഖി, ബഹിരാകാശ സഞ്ചാരികളുമായി നാസയുടെ ക്രൂ 11 സംഘം ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. 13 മിനിറ്റാണ് ഈ ദൗത്യം നീണ്ടത്. എന്തായാലും 2:11 അവർ ഭൂമിയിൽ തിരിച്ചിറങ്ങി. കാർട്ട്മാൻ, ഫിൻകെ, കിമിയ, പ്ലട്ടനോ തുടങ്ങിയ 4 പേരാണ് തിരിച്ചെത്തിയത്. വിവരങ്ങൾ നൽകിയത് ഐസൻ ജോസാണ്, ഇന്റർനാഷണൽ ഡെസ്കിൽ.